ഷിൻഡുവിന് നല്ല ഇഷ്ടപ്പെട്ട ഈ ട്രിപ്പ് ഗൈസ്. ഷിൻഡു ഫുൾ എക്സ്പ്ലോറിംഗ് ആണ്. ഐ ലവ് ഡ്രീം ക്യാച്ചർ. ഇങ്ങോട്ട് പോണോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണന്റെ വ്ളോഗ് അല്ല, പകരം ഷുഡൂസ് വ്ളോഗ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വ്ളോഗർ ഇറങ്ങിപ്പോയി ഗൈസ്. വ്ളോഗർ ചരിഞ്ഞു ഗൈസ്. രണ്ട് കുഞ്ഞിള നാവ ഇട്ടപ്പോഴത്തേക്ക് വ്ളോഗർ ഇറങ്ങി. എന്താ വൈക്കം വിജയലക്ഷ്മി പോലെ ഈ പാട്ട് ഇതിന്റെ ഇത്ര വട്ടം കേട്ടോ. ഒരു ദിവസം 400 തന്നെ കേൾക്കുന്നത്. ഓ അപ്പൊ ഇന്ന് 2024 ലാസ്റ്റ് ഡേ, അതായത് 31 ഡിസംബർ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് 2024. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എല്ലാവർക്കും 2024 ഒരുപാട് വിഷമങ്ങളുണ്ടായ വർഷമാണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. ചിലർക്ക് ഭയങ്കര ഹാപ്പി. ഈ ട്രിപ്പ് നമ്മുടെ 2024 ലാസ്റ്റ് ട്രിപ്പും 2025 ഫസ്റ്റ് ട്രിപ്പും ആയിരിക്കും. കാരണം നമ്മൾ നാളെ വരുള്ളൂ. നശിപ്പിച്ച് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ അടുത്ത വർഷം ക്ലാസ് വരുവുള്ളൂ. മറ്റേ ക്രിസ്മസ് ഒക്കെ അടുത്ത വർഷം. സൂപ്പറായിരുന്നു. അപ്പം നിങ്ങൾക്ക് 2024 എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും 2025 നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് സ്റ്റാർട്ടാക്കാം. നമ്മൾ എവിടെ പോണെന്ന് പറഞ്ഞ കേസ് അതാണ്. അതായത് നമ്മൾ ഹൈദരാബാദാണ് പോകാനായിട്ട് ഇരുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഹൈദരാബാദ് പോകാൻ പറ്റാതായിപ്പോയി. കാരണം ഷുണ്ടുവിന്റെ വാക്സിൻ ആയിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് വയ്യായിക ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഇതുപോലെ നടക്കും വിചാരിച്ചില്ല. സത്യം സാധാരണ ഒരു അസുഖം ഇല്ലാത്ത എനിക്ക് ഷുണ്ടുവിന് ഇന്നലെ രാത്രി 12 മണിയോട് കൂടി ബി കൊടുക്കുന്ന തുമ്മലും മൂക്കൊലിപ്പും കാര്യങ്ങളും. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് മൂന്നാർക്കാണ്. പ്രകൃതി രമണീയമായ മൂന്നാറിൽ നമ്മുടെ സ്വന്തം കൊച്ചിച്ചന്, അതായത് ബിപിയുടെ കൊച്ചിച്ചൻ, എന്റെ കൊച്ചിച്ചന് ഒരു ചെറിയൊരു ഡ്രീം ക്യാച്ച് എന്നൊരു റിസോർട്ട് ഉണ്ട്. റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ആ റിസോർട്ടിൽ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കല്യാണം ഇത്രയാണ് ഞാൻ പോയിട്ടില്ല. ഞാൻ മാത്രമേ കുടുംബത്തിൽ ഇനി പോകാൻ അവിടെ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നത്. ആൻഡ് സോ ഞാൻ ഇന്ന് ആ റിസോർട്ടിലേക്ക് നമ്മളിന്ന് റിസോർട്ടിലേക്ക് പോകുന്നു. ആ റിസോർട്ട് കാണുന്നു, അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും. പിന്നെ അവിടെ ചെറിയ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും പരിപാടി കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. കൊച്ചിനെ വിളിച്ചിട്ട് ഇവിടെ ചോദിച്ചാൽ ന്യൂ ഇയർ എന്താ പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ റൂം റെസ്റ്റോറന്റ് കയറാം. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ആ പോകുന്ന ട്രിപ്പും ന്യൂ ഇയർ പരിപാടികളും ഒക്കെയാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. 2024 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമന്റ് പറയാ. 2024 എനിക്ക് ഒരുപാട് നല്ല മനുഷ്യരെ ഞാൻ കണ്ട വർഷവും കുറച്ച് പേരെ ഞാൻ വിട്ട് കളഞ്ഞ വർഷവുമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഷുണ്ടുവിന്റെ വരവ് തന്നെയാണ്. 2024 സുണ്ടാപ്പിയുടെ വരവ്, 2024 സുണ്ടുവിന്റെ ഒരു വരവുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് പാർട്ട്. ഷുണ്ടുവിന് എൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഞങ്ങൾ ബിസിയാണ്. ഞാനും ചുണ്ടും പൊറോട്ടയും ബീഫും, ബീഫിയും പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കണം. ഞങ്ങൾ കഴിച്ച് ഇറങ്ങി. ഇതാണ് ഞങ്ങൾ കഴിച്ച ഹോട്ടൽ CFC ഫാമിലി റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡായിരുന്നു ഗൈസ്, അല്ലേ ബി? എങ്ങനെയുണ്ടായിരുന്നു? സിണ്ടു നമ്മൾ കൊടുക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. യെസ്, നമ്മൾ ആക്ച്വലി ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും ഷുണ്ടു കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് കൊടുക്കുന്ന ഫസ്റ്റ് ഫുഡ് ഷുണ്ടു കൊടുത്തല്ലേ വീട്ടിൽ നിന്ന്. ഓക്കെ, സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. കറക്റ്റ് ഡയറ്റ് നോക്കുന്ന ജിമ്മിൽ പോണ പയ്യനാണ് അവൻ. നമ്മളങ്ങനെ ഡ്രീം ക്യാച്ചർ എത്തിയിട്ടുണ്ട്. റിസോർട്ട് എത്തി. PP കറക്റ്റ് വഴി പറഞ്ഞതുകൊണ്ട് ഞാന് റോഡില്ലാത്ത വഴി കൂടെ കയറി വന്ന് വന്നിട്ടില്ല. എന്തായാലും പൊളിസ്ഥലം. PP ഇവിടെ വന്നതെന്ന് ഓർമ്മ പോലും ഇല്ല കേട്ടോ. PP വേറെ ഇവിടുത്തെ വഴി കയറാൻ പോയ പൈപ്പ് പറയാട്ടാ. ഇതൊന്നും അല്ല, റോഡ് നിർന്നത്.
അങ്ങനെ കുറച്ച് പ്രകൃതി ആസ്വദിക്കാണ്. അയ്യോ എന്തെന്നാ ലവ് ബേർഡ്സ് ഇഷ്ടപ്പെട്ടോ? തത്ത വർത്താനം പറയൂ. ഹലോ 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 ഹലോ. സുണ്ടുവിന് ലവ് ബേർഡ്സിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മള് ലവ് ബേർഡ്സിനെ മേടിക്കില്ല. മേടിക്കൂല. മേടിക്കൂല. ആര് പറഞ്ഞു? ഞാൻ 2025 ഞാൻ ഷുണ്ടുവിന് ആദ്യം ചേച്ചെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുണ്ടുവിന് ഒരു ചെറിയൊരു കിളിക്കൂടി ഞാൻ ഉണ്ടാക്കി അതിനകത്ത് ഞാൻ 2-3 കിളികളെ വെച്ചിട്ട് കൊടുക്കും. അവന് ഇഷ്ടപ്പെട്ട കിളികളെ. കുഞ്ഞുകിളീനെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ കുഞ്ഞുകിളി. പക്ഷെ അവന് കിളിയെ കാണാൻ പറ്റില്ല. അവൻ നോക്കിയാ പറന്ന് അവൻ കാണിച്ചു. ഇനി എന്ത് ഞാൻ മാറ്റി കൊടുത്തിരിക്കും. ഞാൻ ഇനി അവന് മാറ്റി തോന്നണ്ടാ. കിളി എവിടെ? കിളിയുടെ കിളിയാണോ? ഹായ്, നല്ല കാറ്റല്ലേ? നല്ല കാറ്റ്. കിട്ടില്ല ക്ലൈമറ്റ്, രക്ഷയില്ല. ഭയങ്കര തണുപ്പില്ല, നല്ലൊരു ചെറിയൊരു ഇളം തണുപ്പില് നല്ല രസമുള്ള ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഞാൻ തിരിച്ചറിയില്ല. പിന്നെ വെക്കോ പീസി കയറ്റിട്ടിരുന്ന കേട്ടാ. നമ്മൾ റൂമിലോട്ട് നടന്നോണ്ടിരിക്കുകയാണ്. ഷുണ്ടോ രക്ഷട്ടാ. കുറച്ച് നടക്കണമെങ്കിലും വിഷയം. ഇതെങ്ങനെയുണ്ട് നോക്കിയാ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അവിടെ ഇരിക്കാനുള്ള കുറച്ച് ഏരിയ. അതെ, അവിടെ ട്രീ ഹൗസ് ഉണ്ട്. ഫുൾ തേയിലത്തോട്ടം, എല്ലാം പ്രോപ്പർട്ടി അവിടെ. എല്ലാം പ്രോപ്പർട്ടി. ഹണിമൂൺ കോട്ടേജ്, ട്രീ ഹൗസ്, അവിടെ ഒരു ഹണിമൂൺ കോട്ടേജ് ആണെന്ന് തോന്നുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ തന്നെ. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സ്ഥലമാണോ? ഓക്കെ. ക്യാമ്പ് സ്വിമ്മിംഗ് പൂൾ അവിടെയാണല്ലേ? ഇൻഫിനിറ്റി പൂൾ അവിടെയാണല്ലേ? പക്ഷെ അവിടെ ഇൻഫിനിറ്റി പൂളൊക്കെ വരെ നമുക്ക് എല്ലാം പോയി കാണാം. ഇതാണ് നമ്മുടെ റൂം. തുറന്നു കിടന്ന മുറി വീഡിയോ എടുക്കാൻ വേണ്ടി അടച്ച് കീ അതിന്റെ ഉള്ളിൽ താക്കോലെടുക്കാൻ അനുജനം മറന്നുപോയി. താക്കോലകത്തിട്ട് ഡോർ അടച്ച് പാവം ചേട്ടാ. അല്ലല്ല, PP വെച്ച് അടച്ചതാ. റൂം കാണിച്ചു തരാം. താങ്ക് യു. നല്ല ബൈ, നല്ല ഹോസ്പിറ്റാലിറ്റി. താങ്ക് യു. നമ്മുടെ റൂം ഗൈസ്. എൻട്രിങ് എ റൂം. ഫസ്റ്റ് തന്നെ നമുക്ക് വാഷ്റൂം. നല്ല വാഷ്റൂം കൊള്ളാം. ആൻഡ് ദിസ് ഈസ് അവർ റൂം. ഇതാണ് നമ്മുടെ റൂം. pretty decent. This glass has been specially cleaned for your protection. കൊള്ളാം. എൻ്റെ മോനെ വിശാലമായൊരു കിടിലൻ വ്യൂ. സീരിയസ്ലി ഫോണിൽ കാണുന്ന കണക്കല്ലേ അല്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ, ഒരു രക്ഷയില്ലാത്ത കിടുക്കൻ വ്യൂ ഗൈസ്. നല്ല മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈസ്. ഇതിനെക്കാട്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ട വ്യൂ പക്ഷേ ഫ്രണ്ടിലെ വ്യൂ ആണ്. ഫ്രണ്ടിൽ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഈ ഡോർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഏതാ എൻ്റെ മോനെ, അതാണ് വ്യൂ. ഇതാണ് വ്യൂ, ഇജാതി വ്യൂ. നല്ല തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷയില്ലാത്ത വ്യൂ. അച്ഛനെ മോനെ കണ്ടിട്ട് 1 2 3. അത് ഊരി കഴിഞ്ഞാൽ അവന് സന്തോഷമായല്ലേ. അച്ഛനും മോനും കൂടി ഇവിടെ ഹലോ ഗൈസ്. അങ്ങനെ ഞാനും പിപ്പിയും കൂടി റെഡിയായി. പിപ്പി പിപ്പിനെ റെഡിയായി ലുക്കായി. പക്ഷെ എന്റെ മുടി എന്തോ പോലെ. മോളി പോണം നമ്മളിപ്പോ എവിടെ പോണം? പി പോ പിപ്പി പോടാ. കൊണ്ടുപോവാ അങ്ങോട്ട്.
പോ നടന്നോ, ഞാൻ കൂടെ ഉണ്ട്. പോ ആ നടക്ക് കേറ്. ഞാൻ വരട്ടെ, ഞാൻ അങ്ങനെ വരട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരട്ടെ. നിനക്ക് പറ്റിയ ഞാൻ വികാരൻ്റെ കൂടെ എന്റെ വെള്ളം ഛർദിക്കണമായിരുന്നല്ലോ നിനക്ക്. ഞാൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ മാറിത്തരാം, ഞാൻ തിരിച്ചു. കൈ പിടിക്കണമെന്നോ? ആ ആ ആ കൈ വിട്ടണോ? അയ്യേ കളിക്കല്ലേ, കളിക്കേണ്ട സ്ഥലമല്ല ഇത്. മോനെ പ്ലീസ്, റീല് വരുമ്പോ ഇങ്ങനെയൊന്നും അല്ല. അങ്ങനെ ആക്കല്ലേടാ, വേണ്ടടാ. ഫുഡ് വിശക്കണേ, എനിക്ക് വിശക്കണേ, എനിക്ക് വിശക്കണേ. വിശക്കുണ്ട്. അവൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗായ്സ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേക്കണേ? നമ്മൾ പറഞ്ഞേക്കണത് നിനക്ക് സൂപ്പ്, നിനക്ക് വറുത്തരച്ച ചിക്കൻ, നിനക്ക് കോഴി വറുത്തൊരു കറി, നിനക്ക് റൈസ്, നിനക്ക് എനിക്ക് റൈസ്. റൈസ് മാത്രം കഴിക്കണേ അപ്പൊ ഇന്ന്? ഓക്കെ ഓക്കെ. കാരണം ചേട്ടൻ റൈസ് മാത്രം കഴിക്കണായിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് തൊട്ടാ. പക്ഷെ നീ ഓർഡർ സാധനം കളയാൻ പറ്റില്ല, വേസ്റ്റ് ആകാൻ പറ്റില്ല. ഓക്കെ, നല്ല കിടിലം വ്യൂ കൊണ്ടിരുന്നാണ് കഴിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ? നല്ല കിടിലം കേട്ടോ. ഫോണിൽ കാണാൻ നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി കൂടുതൽ. സീരിയസ് ആയിട്ട് അത് പല സാധനങ്ങളാണ്. സ്റ്റാർ പിടിക്കാനാണ് ക്യാപ്ചറിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് വീഡിയോയിൽ. ഉണ്ടോ നമ്മൾ വീഴാൻ പോണേ? ഉണ്ടോ പിടിച്ചില്ലേ വീഴുക, പിടിച്ചില്ലേ വീഴുക, പിടിച്ചില്ലേ വീഴുക. വീണ്ടും നോക്കണേ, ആ ഉണ്ടോ നമ്മൾ വീഴാൻ പോണേ, വീഴാൻ പോണേ. പിടിച്ചില്ലേ വീഴുക, പിടിച്ചില്ലേ വീഴുക. ഫുഡ് വന്നു, ഫുഡ് നീ കാരണം പ്രശ്നമാണ്. ചുണ്ടൂര് വിശക്കണുണ്ട്, അതാണ് പ്രശ്നം. ഇത് ചിക്കൻ സാധനം മെനു കാർഡിൽ കാണിച്ചു തരാം. ആ സാധനം കാരക്കടി. ആ ഇത് ചിക്കൻ വറുത്തരച്ചത്, ഇത് ബീപ്പിക്കുള്ള റൈസ്, ഇത് എനിക്കുള്ള റൈസ്, 2 വലിയ പപ്പടം. നമ്മൾക്കൊന്നും ചിക്കനും ചോറും വൈബിലായിരുന്നു. പക്ഷേ കോമഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കഴിക്കണം, എന്നാലും ഇത് കഴിക്കാൻ കൂടും. ബിബി ഞാൻ ആദ്യം കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വൻ പ്രശ്നമായിരിക്കും. ദിസ് ഈസ് സോ കോൾഡ് ബേബി മൂൺ. യെസ്, ഇത് ഹണിമൂൺ അല്ല, ഇത് ബേബി മൂൺ. ഓ കണ്ണൻ പെട്ടെന്ന് കഴിക്കാം. ബേബിയുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോകും അല്ലേ ഷുണ്ടു? സ്വിമ്മിംഗ് പൂൾ. ചോറ് കൊടുത്തേടാ എന്റെ പിള്ളക്ക്. പാപ്പം വേണം അതിനാണ്ടാ. പപ്പടം തരട്ടെ? പപ്പടം ഇതാണ് ഇവിടുത്തെ മറ്റേ ചില്ല് ഏരിയ ആണെന്ന് തോന്നുന്നു. സ്നൂക്കറിൻ്റെ ബോൾസ്, ക്യാരം ബോർഡ്, ചെസ് ബോർഡ്, ടേബിൾ ടെന്നീസ്, ഇത് ഫുൾ ടേബിൾ. ഇത് മാത്രം മൂടിയിട്ടൊക്കെയാണ് കേട്ടോ.
ആരും കളിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മൂടിയിട്ടേക്കണത് ചീത്താതിരിക്കാനായിട്ട്. ഇവിടെ മറ്റേ ഫുട്ബോൾ ടേബിൾ വിഷയം എല്ലാം ഉണ്ട്. ഇവിടെ ഡൈനിങ്ങും അപ്പുറത്ത് പ്ലേ ഏരിയ ആയിരുന്നു, നേരെ ഓപ്പോസിറ്റ് ആക്കി. ഇനി നമ്മുടെ എന്താ നെക്സ്റ്റ് പരിപാടി? നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നീ ഷണ്ടും കൂടി കുറുക്ക് പിടിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകണം. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് കുളിക്കാമോ? ആ ശരി, തുറക്കോ? ശല്യം ഒന്ന് കേറിക്കൂടെ റൂമിനകത്ത്? എന്ത് കേറി പോടി പിത്തക്കാളി. എപ്പോഴും ഞാൻ ഉരുണ്ട് വരുമ്പോഴത്തേക്ക് അതടഞ്ഞു. നിന്റെ ഉരുണ്ട് വളർച്ച നല്ല ലൈറ്റടാ ഇവിടെ. ഗൈസ് നോക്ക്, കണ്ണാ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. അടിപൊളിയല്ലേ? ഈ തൂക്കുപാലത്തിലാണ് നമ്മളിപ്പോൾ പോയത്. ഞാൻ വ്ളോഗ് എടുക്കും കേട്ടോ, ഞാൻ വ്ളോഗ് എടുക്കുന്ന പേടി. അതുകൊണ്ടല്ല കേസ് കൊടുക്കും. തുറക്ക്, ഇനിയൊന്നും പറയൂല, തുറക്ക്. യെസ്, അടക്കല്ലേ? ഞാൻ അടക്കലല്ലേ, ഞാൻ വിട്ടതാ. അത് ഹലോ കൊച്ചാലത് ശല്യമാണ് തള്ളയെന്ന്. ഇനി നമ്മുടെ അത് ഞാനല്ലോ വിശത്താൽ നിങ്ങളല്ലാതാകും. സത്യം, വിഷം ഷുണ്ടും അല്ലാതാവും. റോക്കി ബാക്ക് ടു നോർമൽ ആയിരിക്കാണ് ഗൈസ്. അയ്യോ ഇവിടുന്ന് നേരെ കാണുന്നതാണ് റൂംസും, നോർമൽ റൂംസും ഫുഡ് കഴിക്കുന്ന ഏരിയ ഒക്കെ അല്ലേ. ഇത് ഹണിമൂൺ കോട്ടേജ്, ട്രീ ഹൗസ് അതിൻ്റെ അപ്പുറത്ത്. ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാൻ പറ്റിയ ഓ എന്ത് വ്യൂ അല്ലേ. കൊച്ചിന്റെ ചെവിയിൽ ക്യാപ്പ് വയ്ക്കുക, കൊച്ചിന് വയ്യാണ്ടോ. നല്ല ഭയങ്കര കാറ്റ്, മുകളിലോട്ട് കയറുന്നോറും ഭയങ്കര കാറ്റ്. ഇവിടുത്തെ പൂൾ ഇൻഫിനിറ്റി പൂളാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ബഗ്ഗിയിൽ ഓഫ് റോഡിങ് സംഭവങ്ങളുണ്ട്. കിടിലം വ്യൂ, ഒരു കിടിലം പ്രോപ്പർട്ടിയാണ്. കിടിലം വ്യൂ ഗൈസ്, കിടിലം വ്യൂ. അവിടെയാണ് പൂള്. ഇവിടെ നോക്കിയാൽ കുറേ തേയിലത്തോട്ടം കണ്ട് സ്ട്രെയിറ്റ് നല്ലൊരു പാത്ത് ഉണ്ട്. നമുക്കിങ്ങനെ നടന്നൊക്കെ റിലാക്സ് ആയി കപ്പിൾസ് ഒക്കെ ആയിട്ട് റിലാക്സ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കിടിലം പാത്ത്. ഇത് ട്രീ ഹൗസ്. കുഞ്ഞിക്കിളിക്ക് എവിടെയാ പോണ്ടേ? ചേട്ടാ ലൈറ്റ് ആയ. കുഞ്ഞിക്കിളിക്ക് എവിടെയാ പോണ്ടേ? കുഞ്ഞിക്കിളിക്ക് എവിടെയാ പോണ്ടേ? കുഞ്ഞുങ്ങളിക്ക് ഇത്ര ഹണിമൂൺ കോട്ടേജിലായിരുന്നു പോകേണ്ടിരുന്നത്. നോക്കി ലോങ് നിന്ന് ആൾക്കാർ വരുന്ന നോക്കി എന്ത് കിട്ടില്ലനാണെന്ന്. നല്ലൊരു കിട്ടില്ലനൊരു പ്രോപ്പർട്ടി ഗൈസ്. സീരിയസ്ലി ഒരു നിങ്ങൾക്ക് ആർക്കാണെങ്കിലും വൺ ടൈമെങ്കിലും മസ്റ്റായിട്ട് ഒരു വൺസിനെ വരെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്ത പ്രോപ്പർട്ടിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ലൈക്ക് ഞങ്ങൾ പൂളിലിറങ്ങാൻ പോകും. വെള്ളം കണ്ട വിജയം മാറിയട്ടാ. എന്ത്
എന്തിനുണ്ടോ? ഓ പൊളിച്ചാടാനായിട്ട് ഒരൊക്കെ ആവേശം മാത്രം വയ്യ. എങ്ങോട്ട് പോണേ? അങ്ങോട്ട്. ആ എന്താണ് എന്താണ് എവിടെ പോണ ചുണ്ടു? ഞങ്ങൾ കുളിച്ചാൻ പോണ്. ഫിൽറ്ററിങ് നടക്കുവാടാ. ഉടുപ്പൂരിട്ട് ഉടുപ്പൂരിട്ട് ഉടുപ്പൂരിട്ട്. ആ ഉടുപ്പിട്ടണ്ട, ആ ഉടുപ്പിട്ട് വേണ്ട. പോവാൻ ധൃതിയാണ്, ധൃതി. നല്ല തണുപ്പുണ്ട് മോനെ. അമ്പടോ അമ്പടോ. തണുക്കണില്ല. കുഞ്ഞിക്കിളി എടുത്തേ, എടുത്തു നോക്കി. ആ മതി ബാപ്പു. ആ എവിടെ പോണം? എന്താണിത്? നടക്കണില്ലേ? ഇപ്പൊ ഇറങ്ങുമ്പോ എന്നാ പെട്ടെന്ന് ഒന്ന് ഞാൻ ചവിട്ടിണ്ട് താഴെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയോ? ഇറങ്ങിയോ? എന്താ ഇറങ്ങി ഇറങ്ങ ഇവിടെ കയറി ഇറങ്ങി ഇറങ്ങി. പോട്ടെ പോട്ടെ. അടുത്തടുത്ത്. നീ എന്ത് നിനക്കെന്താ? നീ ചാടുന്നു. എന്റെ പൊന്നെ ഉടുപ്പാനൊക്കെയല്ലേ? അമ്പട് പോയി, ചുണ്ട് പോയി. ചുണ്ട് ഇവിടെ പോയി ചുണ്ടുവിനെ ഞങ്ങൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നോക്കാം. ഇതാണ് ചുണ്ടുകൊണ്ടുള്ള ഉപയോഗം. എന്റെ എല്ലായിടത്തും ഇങ്ങനെ നിന്നോളും. ഇതാണ് സാഴം. എന്റെ കയ്യിൽ ഇറക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീ എന്താ എടുക്കണ? പോവാനല്ലേ? പോവാം. ഇടുപോണ്ടോന്നാ നീ? പിന്നെ ഓടി. അയ്യോ തണുക്കണ്. ഇവിടുത്തെ പൂളിന്റെ ടോപ്പ് വ്യൂ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ, ഒരു വ്യൂ പോയിന്റ് ആണിത്. നല്ല രസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരം നിൽക്കണം. അവിടെ വേറൊരു വ്യൂ പോയിന്റിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ചുണ്ടും ബിപിയും ഇവിടെ നിൽപ്പുണ്ട്. ചുണ്ട് ടയേർഡായില്ല, നമ്മൾ രണ്ടും ടയേർഡായി. ഹോഴ്സ് റൈഡിങ്ങും സംഭവങ്ങളൊന്നും ലൈറ്റ് ഉണ്ട്. ഹോഴ്സ് റൈഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നാളെ രാവിലെ പറ്റുമെങ്കിൽ ചെയ്യാം. സംഭവം നമ്മൾ വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്ക് ഒന്ന് ടയേർഡായി പോയി. പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ 2 ദിവസം ഇങ്ങനെ നിൽക്കാൻ കണക്കാക്കി വരണം. അതാണ് അതിൻ്റെ ഒരു നൈസ് വൈഫ്.
വൈബെന്ന് പറയുന്നത് 2 ദിവസം നിൽക്കാൻ കണക്കൊക്കെ വരാവുള്ളൂ. അങ്ങനെ വന്നത് നൈസായിരുന്നു കുറച്ചും കൂടെ. നൈറ്റുള്ള വ്യൂ കാണിച്ചു ഗൈസ്. ഇതാണ് നൈറ്റ് വ്യൂ ഗൈസ്. ബ്രിഡ്ജ് ഫുൾ മഞ്ഞിൻ്റെ കയ്യിരുന്ന് വിറയ്ക്കണതിൻ്റെ ഒരു വിറയലുണ്ട്. നല്ലൊരു കിട്ടനൊരു വ്യൂ. നല്ല രീതിയിൽ തണുക്കണുണ്ട്. ഓഹോ ഇനി ക്യാമ്പ് ഫയറിനൊക്കെ വരണം. എന്തായാലും പൊളിക്കാം. രാത്രി കിട്ടില്ലായിരിക്കും, നൈസായിരിക്കും. നോക്കുമ്പം റൂമിലോട്ട് പോകും. ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കൊച്ചിനുള്ളതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് മുമ്പേ മസ്റ്റായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇതിന് മുമ്പ് വിസിറ്റ് ചെയ്തതിന് ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്തതിനായിരുന്നു. ശുദ്ധ ഉറങ്ങി. നല്ല വിശപ്പ്. ശുദ്ധ ഉറങ്ങി. നല്ല വിശപ്പ് ഗൈസ്. ബൊഫയാണ് 10 മണിയുടെ ഫുൾ മണി. 9 ഇപ്പോഴേ കഴിഞ്ഞു. ഇപ്പോഴേ പോലും തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ബാപ്പോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടേഴ്സാണ് തുടങ്ങുന്നത്. ചിക്കൻ നഗറ്റ്സ് നല്ല ചൂടുണ്ട് പാത്രത്തിൽ. ഉണ്ടോ? നല്ല ചൂട് ചിക്കൻ നഗറ്റ്സ്. എനിക്ക് ഫിഷ് ഫിംഗേഴ്സ് വേണം. ചൂട് ചിക്കൻ നഗറ്റ്സും ഫിഷ് ഫിംഗേഴ്സും അതെനിക്കുണ്ടോ? വെജ് സ്പ്രിംഗ് റോൾ, വെജ് സൂപ്പ് എനിക്ക് മട്ടൻ കുരുമുളക് സൂപ്പ്. നിനക്കാണോ സൂപ്പ്? ചീസ് ആൻഡ് ബ്രോക്കോളി സൂപ്പുണ്ട്. മട്ടൻ കുരുമുളക് സൂപ്പ് എടുത്തോ. പെപ്പർ സോൾട്ട് ഇച്ചിരി എടുത്തോ. പെപ്പർ നല്ല മതി. പെപ്പറാണ് ഓൾറെഡി. അത് മട്ടൻ കുരുമുളക് റോസ് സൂപ്പ് തന്നെ പേര്. പിന്നെ എന്തിനാ പെപ്പർ? ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് പിപ്പി. ബോൺ അപ്പിറ്റൈറ്റ്. കൊള്ളാം. നല്ല പി ഫിഷ് കഴിക്കാത്ത ആളാണ്. ഒരു സോസിൽ കഴിച്ചോ? സോസിലോ അതിനകത്തിൽ എന്തെങ്കിലും നമുക്ക് കഴിച്ചോ? ഫിഷ് കഴിക്കാത്ത ആളാണ്. അതിന് ഫിഷിന് ടേസ്റ്റ് ഇല്ല ഗൈസ്. ഇല്ലേ? നല്ലതല്ലേ? ഒരു ടേസ്റ്റും ഇല്ല. ഫിഷിന്റെ ഒരു കുത്തണ ചെവൊന്നും ഇല്ല. ഈ തൊണ്ടവേദന അങ്ങനെ കൊണ്ട സമയത്ത് കഴിക്കാൻ പറ്റിയ സാധനം. നിനക്ക് ഒരു സാധനം ഇപ്പോൾ ആണെങ്കിൽ സാലഡ്സ് ആണ് കൂടുതൽ ഇതിൽ ഞാൻ കഴിക്കാൻ ചാൻസ് ഉള്ള. സാലഡ് ഇതാണ്. ഫ്രൂട്ട് സാലഡ്, ഈ സാലഡാണ്. ഇത് ഡക്ക് റോസ്റ്റ്. ഇത് അസോർട്ടഡ് സീ ഫുഡ് മസാല. കണ്ണൻ്റെ ഒരു സീ ഫുഡ് പ്ലാറ്ററും എൻ്റെ ഒരു ചിക്കൻ എൻ്റെ നോൺ വെജ് പ്ലാറ്റർ മിക്സഡ് സാലഡ് കഴിച്ചിരിക്കാം. ഇല്ല. അല്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാൻ കണ്ടിട്ട് കൂടിയാണ്. ഡെസേർട്സിലൊരു വെറൈറ്റീസാണ്. കാലാ ജാമുൻ എന്താണാവും, പൈനാപ്പിൾ പായസം, ബ്രെഡ് ബട്ടർ പുഡിംഗ്, ചെറ്റർ കോക്കനട്ട്, ക്യാരറ്റ് ഹലുവ, കാലാ ജാമുൻ, ക്യാരറ്റ് ഹലുവ, ജിഞ്ചർ കോക്കനട്ട് പുഡിംഗ്. ആദ്യം നമുക്ക് കാലാ ജാമുൻ പരീക്ഷിച്ച് നോക്കാം. കണ്ടിട്ട് ഗുലാബ് ജാമുൻ്റെ വേറൊരു ഷേപ്പ് പോലെ ഉണ്ട്, എന്താണെന്നറിയില്ല. ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റൊക്കെ പോലെ തന്നെ എനിക്ക് തോന്നണേ.
എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലാവില്ല. ശുണ്ട് ഇപ്പോഴും ഉറങ്ങുവാണ്. സുഖനിദ്ര. 12 മണിയാകുമ്പോൾ വിളിച്ച് എണീപ്പിക്കാം അല്ലേ ഷുണ്ടുവിനെ? 12 മണിക്ക് വിളിച്ച് എണീപ്പിക്കാം, 11 മണിക്ക് വിളിച്ച് എണീപ്പിക്കാം. ഡാൻസ് കളിക്കണ്ടേ, അടക്കം പൊട്ടിക്കണ്ടേ, അതുവരെ നമ്മളിരിക്കണ്ടേ പോവാണ്ട്. ശരിയാ, ചെണ്ടോട്ടൊക്കെ കേൾക്കാൻ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2024 ആണ് അവസാനത്തെ കുറച്ച് നിമിഷം. അതെ, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ വരുന്നതിന് മുമ്പ് 2024 ഞങ്ങൾ ഒരുപാട് ടെൻഷനുകളും വേദനകളും സന്തോഷങ്ങളും എല്ലാം കിട്ടിയ ഒരു മിക്സഡ് വർഷമായിരുന്നു 2024. 2024 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷുണ്ടുവിന് ഞങ്ങൾക്ക് തന്നതാണ്. അതിന് ഞങ്ങൾ ദൈവത്തോട് 2024 എല്ലാവരോടും നന്ദി പറയുന്നു. 2025 ഒരുപാട് പ്രതീക്ഷകളോട് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. വെൽക്കം 2025. നിങ്ങൾക്ക് എല്ലാവർക്കും 2024 നല്ലൊരു വർഷമായിരുന്നു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചന്ദു. ഏയ് 2025 ഫസ്റ്റ് മോർണിംഗ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പിപ്പി നല്ല ഉറക്കം. ഞാൻ ഷുണ്ടും കൂടി പോയൊരു ചായ കുടിച്ചിട്ടില്ല ഗൈസ്. ഞങ്ങൾ രാവിലെ എഴുന്നിട്ട് ഷുണ്ടുവിനെ കരടി കുപ്പായത്ത് കയറ്റി. കരടി ഷുണ്ടുവും കരടി പിപ്പി. ഞങ്ങൾ ഫുഡ് കഴിക്കണ്ടോ ഗൈസ്? രാവിലെ ഞാൻ കാണിച്ചത് നല്ല കിടിലം വ്യൂ ആയിരുന്നു ഇവിടെയൊക്കെ രാവിലെ. റെസ്റ്റോറൻറ്റ് എത്തി ഗൈസ്. ലെറ്റ്സ് ഹാവ് സം ഫുഡ്. പിപ്പി എന്താ കഴിക്കാം? നമ്മള് ചിക്കനൊക്കെ ഉണ്ട്. ഓ ഓക്കെ. ഇഡ്ഡലി കഴിക്കുവാണ് ഗൈസ്. ഞാൻ ഹാഫ് ഓറഞ്ച് മർമലയുടെ ഹാഫ് ഇതിന് തേച്ചിട്ട് ബട്ടർ തേച്ച ബ്രെഡ് ഇങ്ങനെ കയറ്റി വെച്ചു. നോർമലി ഇങ്ങനെ ജാം വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിനോട് അങ്ങനെ നോട്ടെ. ഓറഞ്ച് മർമലയുടെ ഭാഗം കൊള്ളാം, കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡേ 2 കിട്ടില്ല സ്ഥലം ഗൈസ്. അതെ അതെ, നല്ല രസമുണ്ട് ഗൈസ്. കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഹോഴ്സ് റൈഡിങ് പോകണമെന്നുണ്ടായിരുന്നു, നോക്കട്ടെ. അതും പൊളാറിസ്, അതാണ് മറ്റേ ബഗ്ഗി, അതും പോകണമെന്നുണ്ടായിരുന്നു. ട്രൈ ചെയ്തിട്ട് നോക്കാം. ചെന്നുമ്പോൾ ചോദിച്ചു നോക്കി. ഇപ്പം അമ്മ അങ്ങോട്ട് പോവാം. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ഷുണ്ടു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷുണ്ടിനെ ഏൽപ്പിച്ചിട്ട് ചെയ്യാം. അതെ അതെ, അവരുണ്ടായിരുന്നെങ്കിൽ ഷുണ്ടിനെ ഏൽപ്പിച്ചിട്ട് സൈക്ലിങ്ങും ഒക്കെ ചെയ്യായിരുന്നു. നല്ലോണം ചടമായിരുന്നു ഹോഴ്സ് റൈഡിങ്. അയ്യോ, അച്ഛനും നമ്മുടെ മുമ്പിൽ ഓടി. പറ്റുന്നില്ല. ജിമ്മിൽ പോണം അല്ലേ കണ്ണാ? ജിമ്മിൽ പോണം. പറ്റുന്നില്ല ഗൈസ്. പ്ലാന്റേഷൻ എന്ത് പറ്റിയാണ്? കരടി ഉറങ്ങിപ്പോയി ഗൈസ്. കരടിയുടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യാ? ഇനി നമ്മൾ കുറച്ച് നേരം കരടി കൊണ്ട് കിടത്തി ഉറക്കിയിട്ട് തൽക്കാലം എന്റെ ഫോട്ടോ എല്ലാം എടുക്കാം. അതെ, അങ്ങനെ എടുത്തിരാ. വേണ്ട വേണ്ട ഗൈസ്, നമ്മൾ പൊള്ളാറിസ്, അതായത് ഓഫ് റോഡ് മറ്റേ ജീപ്പത്തെ വണ്ടിയിൽ കയറി നേരെ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്ത് ഷുണ്ട് എണീക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു. ഷുണ്ട് എണീറ്റില്ല. ഞങ്ങൾ ഇതിന് മുമ്പ് പ്രാവശ്യം വന്നപ്പോൾ ഈ റൂമിലായിരുന്നു. നമ്മൾ നേരെ കുതിരയെ കാണാം. അവിടെ എത്ര ഷുണ്ട് എഴുന്നേക്കുമായിരിക്കും. പൊള്ളാറിസ് ഞാനും സ്വന്തം ഫ്രണ്ടിൽ വീട്ടിലാക്കി. ശരി, ഇതാണ് കൊച്ചിച്ചൻ. കൊച്ചിച്ചൻ ഷുണ്ടുവിനെ കൊണ്ട് കയറി. ഇത് കയറി.
ഷുണ്ടുവിന് നല്ല ഇഷ്ടപ്പെട്ട ഈ ട്രിപ്പ് ഗൈസ്. ഷുണ്ട് ഫുൾ എക്സ്പ്ലോറിംഗ് ആണ്. ഐ ലവ് ഡ്രീം ക്യാച്ചർ. ഇങ്ങോട്ട് പോണോ? അവിടെ പോയിക്ക് ഫോട്ടോ എടുക്കാം. ഞങ്ങളപ്പോ ഇനി കുതിരയുടെ അടുത്ത് പോകാൻ പോവാണ്. കുതിരയുടെ അടുത്തേക്ക് കരടി പോകും. കുതിര കണ്ടില്ല. കുതിര കണ്ടു. ഷുണ്ടു കുതിര ഒന്നുമില്ല. പേടിയൊന്നുമില്ല. കേറങ്ങട്. പേടിക്കല്ലേ? ആ കയറി എടുത്തിട്ട് മറ്റേ വിട്ടോ. പിന്നെ നിന്നെ കല്യാണം അടിക്കാണെന്നല്ലോ. പിന്നെ തല അനക്കാക്കണം. കേറ്. കാല് ബൈക്കിൽ കയറും പോലെ കയറ്. സുവീസ് വണ്ണല്ല സുവണ്ണല്ല സുവണ്ണല്ല. തിരിഞ്ഞൊക്കെ ഇതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ. നേരത്തെ നമ്മൾ പറഞ്ഞ കിഡ്സ് പ്ലേ ഏരിയ. പി കുതിരപ്പുറത്ത് പോയി. ഗൈസ് കുതിരപ്പുറത്തൊരു കഴുത. അപൂർവമായ കാഴ്ച. കുതിരപ്പുറത്തൊരു കഴുത. കുതിര എന്ത് പറ്റി? ബൈക്കിൽ നിന്ന് ഇറങ്ങും പോലെ കാര്യം വെക്കി ഇറങ്ങ്. ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങണേ. നീ ഏത് കുതിര എന്തൊക്കെയോ കാണിക്കണ്ടേട്ടാടാ. പേടിയില്ലാത്ത പോലെ അഭിനയിക്കണ്. പോട്ടെ. കണ്ണൻ ചേട്ടാൻ കുതിരയും പോയിട്ട് കാണാനില്ലല്ലോ ഗൈസ്. നമ്മള് പിപിയെ പോലെ പേടുത്തറിയുന്നല്ലോ. പിപി നൈസ് ഗൈസ് നൈസ്. ഹോഴ്സ് റൈഡിങ് ഇസ് കൂൾ. ഞാൻ ഇതിന് മുമ്പ് കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. നാട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങൾ ഘോഷയാത്ര ഞങ്ങൾ ഇറക്കി പോകും. എന്നൊക്കെ നമ്മൾ വർഷത്തിലൊരിക്കലുണ്ട്. തെങ്ങുള്ള പ്രദേശം നമ്മൾ ടീമുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ ഇതെന്നൊക്കെ ഘോഷയാത്ര പോകുമ്പോഴത്തേക്ക് കുതിരപ്പുറത്ത് പോകാറുണ്ട്. നൈസ് ഗുഡ് ഓൾഡ് ഡേയ്സ് മെമ്മറീസ്. ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞ് ഞങ്ങൾ പോകും. എൻ്റെ ഹോഴ്സിനുണ്ട് ബിബി. എൻ്റെ അത്രയും പോരായിരുന്നു. നിന്റെ അത്രയും പോരായിരുന്നു. നാട്ടിൽ മൊത്തം അറിയുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ ഞങ്ങളവിടെ ഓടി കുതിരയുണ്ട് ഫ്രണ്ടിലോട്ട് അവിടെ എത്തിയപ്പോൾ. അതിന് വീഡിയോയിലില്ലല്ലോ. എന്തുവേണേലും പറയാലോ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്ത് മോളിൽ നിന്ന് വീഡിയോ എടുത്തു. മനസ്സിലായോ? നിന്നെ പോലെ അങ്ങനെ ഒരു കിഡിലൻ ഒരു 1 ഡേ ട്രിപ്പ്. നൈസ് 1 ഡേ ട്രിപ്പായിരുന്നു. ലൈക്ക് ഞാനും പി ഷുണ്ടും ആദ്യമായിട്ടാണ് ഒരുമിച്ച് ട്രിപ്പിങ്ങിന് 1 ഡേ ട്രിപ്പ് പോണത്. ലൈക്ക് ഒരു ഒട്ടും പ്രീ പ്ലാൻ അല്ലാത്ത വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് വന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഡ്രീം ക്യാച്ചർ. നല്ല കുറേ മൊമെന്റ്സ് കിട്ടി നമുക്ക്. കുറച്ച് മെമ്മറീസ് കിട്ടി. കുറച്ച് മെമ്മറീസ് കിട്ടി. അടങ്ങിയിരിക്കാൻ ഇവിടെ എവിടെയെങ്കിലും അപ്പോൾ ഞങ്ങൾ നേരെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെക്കേറ്റ് ഞങ്ങൾ പോകുന്നു. ലൈക്ക് മേ ബി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ഹാപ്പൻ ചെയ്ത് നമ്മളത് കാണിച്ചു തരാം. അപ്പം ബൈ ബൈ ടാറ്റാ. ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. ബൈ ബൈ ബൂം.